പ്രിയപ്പെട്ട കുട്ടികളെ, ഇവർക്ക് നമസ്കാരം. ഞാൻ ഉപേന്ദ്രൻ KV, ചിറ്റാരിക്കൽ BRCയിലെ ചിത്രകലാ അധ്യാപകനാണ്. 7ാം ക്ലാസ്സിലെ മനുഷ്യരൂപങ്ങൾ എന്ന പാഠഭാഗത്തിന്റെ 3ാമത്തെ ഭാഗമാണ് ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. 2ാമത്തെ ഭാഗത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത്? തലയുടെ വിവിധ ഭാഗങ്ങൾ അളവുകളോടുകൂടി എങ്ങനെ വരയ്ക്കാം എന്നല്ലേ? ശരീരത്തിന്റെ മൊത്തം ഭാഗം തലയുടെ 7.5 മടങ്ങായി എങ്ങനെ വരയ്ക്കാമെന്ന് 1ാമത്തെ ഭാഗത്തിൽ പഠിച്ചു. ഇനി നമ്മൾ മനുഷ്യ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പ്രത്യേകം എടുത്ത് അതിന്റെ അനുപാതം എങ്ങനെ, അളവുകൾ എങ്ങനെ, ചിത്രത്തിൽ എങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ചിത്രഭാഷ എങ്ങനെ ഒരുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇനി നമുക്ക് കണ്ണ് മാത്രം എടുത്ത് പഠിച്ചാലോ? ചിത്രത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് എങ്ങനെ വരയ്ക്കണമെന്ന് നോക്കാം. ഇനി കണ്ണ് എങ്ങനെയെന്ന് നോക്കാം. തലയോട്ടിയിൽ ഉറപ്പിച്ചു വെച്ച 2 രൂപങ്ങളാണ് കണ്ണുകൾ. അത് വെറും പൊട്ടുകൾ പോലെയാണോ? തീർച്ചയായുമല്ല. അവയ്ക്ക് കൃത്യമായ രൂപമുണ്ട്. ഓവൽ ഷേപ്പുള്ള വെളുത്ത ഭാഗവും മധ്യത്തിലായി കറുത്ത ഒരു കൃഷ്ണമണിയോടും കൂടിയതാണ് കണ്ണ്. 2 കൺപോളകളും ഉണ്ടാകും അല്ലേ? കൂടാതെ പുരികങ്ങളും. മറ്റൊരു ചിത്രം നോക്കുക. ചിത്രം കണ്ടോ? ഇവിടെ വൃത്താകൃതിയാണെങ്കിൽ ഇവിടെ കുറഞ്ഞു കാണപ്പെടുന്നു. സൈഡിൽ നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇതുപോലെ അല്ലേ? ചിത്രം കണ്ടോ? ഭാവങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ കണ്ണിന്റെ രചന പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ആദ്യം വരയ്ക്കുക. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി മൂക്കിന്റെ ചിത്രം പരിശോധിക്കാം. ഉയർന്നു നിൽക്കുന്ന ഒരു ആപ്പ് പോലെയാണ് മൂക്കിന്റെ ഷേപ്പ് അല്ലേ?
മൂക്കിൻ്റെ രൂപം ശ്രദ്ധിക്കുക. ചിത്രം ശ്രദ്ധിക്കുക. താഴെ നിന്ന് നോക്കുമ്പോൾ മൂക്കിൻ്റെ ദ്വാരം ഇതുപോലെ കാണാം. ചുണ്ടുകൾ എങ്ങനെയാണ്? മൃദുവായ റോസാപ്പൂവിൻ്റെ ദളങ്ങൾ പോലെയാണോ? അവയ്ക്ക് നിശ്ചിത ആകൃതിയും ഘനവും ഉണ്ട്. ചിത്രം ശ്രദ്ധിക്കുക. ഉണ്ടോ? ചിത്രം ശ്രദ്ധിച്ചോ? കൃത്യമായി മനസ്സിലാക്കി മോഡൽ നിർത്തി തന്നെ വരച്ച് പരിശീലിച്ചാൽ മാത്രമേ നല്ല ചിത്രങ്ങളാവുകയുള്ളൂ. ഇനി ചെവിയുടെ ഭാഗം ശ്രദ്ധിക്കാം. ഒരു കൊട പോലെ നമ്മുടെ തലയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ചെവി, അല്ലേ? ഒരു കുഴി പോലുള്ള ഭാഗവും ഇതിനെ പൊതിഞ്ഞ് ഒരു ബാഹ്യഭാഗവും. ചെവി ഏകദേശം എങ്ങനെ വരയ്ക്കണമെന്ന് മനസ്സിലായില്ലേ? ഇനി കഴുത്തിൻ്റെ ഭാഗം എങ്ങനെയെന്ന് നോക്കാം. ട്യൂബ് ആകൃതിയിലുള്ള കഴുത്തിലെ പേശികളും ഞരമ്പുകളും വരയ്ക്കുമ്പോൾ അവയ്ക്ക് അമിത പ്രാധാന്യം നൽകേണ്ടതില്ല. ചിത്രം നോക്കൂ.
ഇനി വരുന്ന ഭാഗമാണ് കഴുത്ത്. കഴുത്ത് ഉടലിൽ യോജിപ്പിച്ച് നിർത്തിയിട്ടിരിക്കുന്ന ഭാഗം അല്ലേ. ഇനി ഉടൽ ഭാഗം എങ്ങനെ നോക്കിയാലോ? ചിത്രം നോക്കുക. ഇതുപോലുള്ള ഒരു ഭാഗമാണ്. നോക്കാം, ഒന്നും കൂടി നോക്കാം. കൈയുടെ മുകൾ ഭാഗം. ഇതല്ലേ? ഉടൽഭാഗം കണ്ടോ? സ്ത്രീയുടെ ഉടൽഭാഗം മൃദുലവും പുരുഷന്മാരുടേത് പരുക്കൻ മസിലുകൾ കൊണ്ട് ഉണ്ടാക്കിയതുമാണ് അല്ലേ. കഴുത്തിന് താഴെ അറ്റം മുതൽ തോൾ, വിരിഞ്ഞ മാറിടം, വാരിയെല്ലുകൾ, ഉദരഭാഗം അല്ലേ. മൊത്തത്തിൽ ചിത്രം മനസ്സിലായോ? ഇനി കൈകൾ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വിരലുകൾ എത്ര വിരലുകളാണ് ഉള്ളത്? 5 അല്ലേ. ഒന്ന്, 2, 3, 4, 5 അല്ലേ. ചിത്രം നോക്കുക. മസിലുകൾ ഉള്ള ഭാഗത്ത് ഓവൽ ഷേപ്പ് ഉണ്ടാക്കുക. ചിത്രം ശ്രദ്ധിച്ചില്ലേ? ആകർഷകമായ കൈകൾ വരയ്ക്കാൻ രേഖകൾ യഥേഷ്ടം ഒഴുകുന്ന മാതിരി വരയ്ക്കണം.
കൈകൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചിത്രം വരയ്ക്കുക. ഇനി കാലിൻ്റെ ഭാഗം പരിശോധിക്കുക. കാലെങ്ങനെ വരയ്ക്കാം? നമ്മൾക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കട്ട് ചെയ്യാം. ശ്രദ്ധിച്ചോ? ഇനി നമുക്ക് കാൽപാദത്തിൻ്റെ ഭാഗം എങ്ങനെയെന്ന് നോക്കാം. പാദം സൈഡിൽ നോക്കുമ്പോൾ ഒരു ത്രികോണ ആകൃതിയിലാണ് അല്ലേ? നോക്കൂ, ചിത്രം നോക്കൂ. ഇനി മറ്റൊരു ചിത്രം നോക്കുക. ഇനി നിങ്ങൾ ഒരു ചന്തയുടെ ചിത്രം വരയ്ക്കുന്നു എന്നിരിക്കട്ടെ. മനുഷ്യരൂപങ്ങളുടെ അളവുകളൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ചന്തയിൽ വേണ്ടുന്ന, ചിത്രത്തിന് ഭംഗി തോന്നുന്ന ആൾക്കാരെ മാത്രം തിരഞ്ഞെടുത്ത് വിവിധതരം പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരൂപങ്ങളുണ്ടാവും ഇവിടെ അല്ലേ? പലവിധ സാധനങ്ങളുണ്ടാവും. അവയിൽ
ഭംഗി തോന്നുന്നവ മാത്രം തിരഞ്ഞെടുത്ത് നല്ല ചിത്രമാക്കി മാറ്റുക. നമ്മളിപ്പോൾ മനുഷ്യരൂപങ്ങളെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെ മേഖലകളിലാണ് മനുഷ്യരൂപങ്ങൾ ആവശ്യമായി വരിക? നിങ്ങൾ ഉത്തരം കണ്ടെത്തുമോ? അതുപോലെ തന്നെ മലയാളത്തിലെ പ്രശസ്തരായ രേഖാചിത്രകാരന്മാർ ആരൊക്കെ? ഇതൊക്കെ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ അവരുടെ രചനകൾ മനസ്സിലാക്കി നിങ്ങൾ നല്ല കലാകാരന്മാരും കലാകാരിയും ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടുകൂടി 7ാം ക്ലാസ്സിലെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒന്നുകൂടി നന്ദി.